ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കോളേജ് മീറ്റ് പാറുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാനും അഞ്ജു ഉണ്ടും കൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ നമ്മൾ സ്റ്റോപ്പിലെത്തി. ഇനി ഒരാളോട് വരാനുണ്ട് കേട്ടോ, നമ്മുടെ കൂട്ടുകാരി അമ്മു. സോ അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു വെയിറ്റിംഗ് ഷെഡിലോട്ട് മാറി നിൽക്കുക. കാരണം ഭയങ്കര ചൂടാണ് ഗൈസ്, അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളവിടെ പോവാടി, ഇവിടെ നോക്കടി. ഇതാണ് കേട്ടോ അമ്മു. അമ്മുവിൻ്റെ അച്ഛൻ ദീപ അമ്മുവിനെ കൊണ്ടാക്കി. ഒരു ചെറിയ അബദ്ധം പറ്റി ഗൈസ്. കാരണം ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് നടന്നാണ് പോയത്. നടക്കാനുള്ള ദൂരമുള്ളതെന്ന പ്രതീക്ഷ, പക്ഷേ അതിലേറെ ദൂരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല വെയിലും. അങ്ങനെ ഞങ്ങൾ വാടിക്കരിഞ്ഞൊരു കോലത്തിലാണ് കേട്ടോ എത്തിയപ്പോഴത്തേക്ക് എൻഗേജ്മെൻറ്റ് ടൈം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കോളേജ് മീറ്റ് പാറും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഇതിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് കയറി. അതാണ് നമ്മുടെ പാറു ആൻഡ് പാറുവിൻ്റെ ചെറുക്കൻ ഗൈസ്. അവരുടെ മുദ്രമാറ്റമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ 2 തരം പായസമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ല സൂപ്പറായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അമ്മുൻ്റെ വീട്ടിൽ പോകാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഇറങ്ങി നമ്മുടെ എൻഗേജ്മെൻറ്റ് ഗേൾ പാറൂസിനെ ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് പറഞ്ഞേച്ച് ഇറങ്ങാമെന്ന് ഓർത്തു. കാരണം നമുക്ക് ഇറങ്ങിയിട്ട് ഇനി ഒരു ഓട്ടമൊക്കെ പിടിച്ചിട്ട് വേണം അമ്മുൻ്റെ വീട്ടിൽ പോകാൻ. കാരണം ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളത് അവളോട് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി കയറിയതാണ്. പക്ഷേ അവരുടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ വിടണ്ടേ, അത്ര തിരക്കിലാണ് പുള്ളിക്കാരി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ദൂരെ നിന്ന് കണ്ടിട്ട് ഒരു അങ്ങനെ അമ്മുൻ്റെ വീട്ടിലേക്കുള്ള നടത്തമാണിത്. അങ്ങനെ അമ്മുൻ്റെ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് അമ്മുൻ്റെ വീട്. ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തളർന്നു, സത്യം പറഞ്ഞാൽ ഒരുപാട് ഇന്ന് നടന്നു വെയിലത്ത്. തളർന്ന് കുത്തിയ ഇവിടെ വെളിയിൽ ഞങ്ങളിങ്ങനെ കുറച്ച് കാറ്റൊക്കെ കൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മുൻ്റെ വീട്ടിലാണ് ഇപ്പോൾ. അഞ്ജു, അമ്മു ഹായ് കാണിക്കണം. ഹലോ ഗായ്സ്. നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാം. എല്ലാരും സുഖമായിട്ടിരിക്കണം. ഞങ്ങക്ക് സുഖം കുറവാണ്. പറയൂ ഗൈസ്, നിങ്ങൾക്കും ഇത്ര അലമ്പുള്ള ഫ്രണ്ട്സ് ഉണ്ടോ? ഇത്ര അനുസരണയുള്ള ഒരു ചെറുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ ഓർത്ത് ഏത് ഈ വഴി പോണ ചെക്കന്ന്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം അവൻ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്തപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു, നീ വരുന്നുണ്ടോ? ഇല്ല, വണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞവനാണ്. അവൻ വേഗം വന്നു. ഇവനെ കണ്ടാ കാണിക്കാൻ വന്നാണ്. എന്തെങ്കിലും കലക്കിട്ടുണ്ടോ? ഞാൻ വേണമെങ്കിൽ വാന്ന് പറഞ്ഞപ്പോ ഇത്ര ആൻസർ ഉണ്ടോന്ന് ഓർത്തില്ല. അവൻ ഷുഗർ കട്ട പിടിക്കാം. ഇതാണ് നീ വണ്ടി ഇല്ലെന്ന് പറഞ്ഞേ. ഞാൻ പ്ലെയിൻ ഇട്ട് കൊടുത്തേ. വണ്ടി ഇല്ലെന്ന് പറഞ്ഞേ. അമ്മയുടെ വണ്ടി എടുത്തോണ്ട് ഇതിനൊരു ആക്സിഡന്റ് പറ്റി ഗൈസ്. കൈ കാണിച്ചാടാ, കൈ കാണിക്കണം. അവന്റെ സ്കില്ല് ഇറക്കിയതാണ്. അവനോട് വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ ഗ്യാങ് കംപ്ലീറ്റ് ആയത്. ഞാൻ, അഞ്ജു, അമ്മു, ഉണ്ടു, മിഥുൻ. ഞങ്ങൾ 5 ആണ് കേട്ടോ. ഭയങ്കര കമ്പനി ആയിരുന്നത് കോളേജ് ടൈമിൽ മുതൽ തന്നെ. ഞങ്ങളൊരു ഫാമിലി തന്നെയാണ്. ഞങ്ങൾക്ക് അത്ര അടുപ്പാണ് കേട്ടോ. ചെറുതല്ല, കാണിക്കൂ. പണ്ടത്തെ പോലെ ബ്രഷ്, ഇത് ATM കാർഡ്, അമ്മൂമ്മയുടെ. അതെന്താ?
മഞ്ജുമ എങ്ങനെയാ? കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ ഉണ്ട്. താക്കോൽ, ഓക്കെ ലിപ്സ്റ്റിക്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതെങ്ങനെയുണ്ട്? വാട്ട്സ് ഇൻ യുവർ ബാഗ് അഞ്ജു? ബാഗില്ല. ഇതാരാ? ഇതാരാ? ഓപ്പറേഷൻ കഴിഞ്ഞില്ല. തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ. അയ്യോ, എല്ലാവരുടെയും കൂട്ടത്തിൽ കാണുമല്ലേ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന പയ്യൻ. അതാണ് കേട്ടോ ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ. പ്രത്യേകിച്ച് എന്നെയും ഉണ്ടുനെ അമ്മൂനെ ഞങ്ങളൊന്നും ഉപദ്രവിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനമില്ല. അങ്ങനെ ഒരു ഭയങ്കര പ്രത്യേക ഫ്രണ്ട്ഷിപ്പായിരുന്നു കേട്ടോ. കോളേജൊക്കെ കഴിഞ്ഞപ്പോൾ അത് മിസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ എവിടേക്കോ ഒരു കുഴപ്പമുണ്ടല്ലോ. നിങ്ങളുടെ തലയിലാണ്. ആണോടാ ആദ്യക്കുട്ട? ചേച്ചി ഒരു ചെറുപഴം. എന്താ പറയുന്നത്? പിന്നെ വർക്ക് ഫ്രം ഹോം ജീവിതം എങ്ങനെ? സുഖമുണ്ട്, കാണാനുണ്ട്. മുഖത്ത് കുക്കൻ തകർക്കുന്നേ. ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നു. കൂർക്കം പരി കേൾക്കും. അവരൊക്കെ ഇറങ്ങും. എടി കൈ എങ്ങനെയാ തിരിഞ്ഞിറങ്ങുന്ന? ഒന്നുകൂടെ കാണിക്കണ്ടേ? സത്യത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫേസ് ചെയ്യാൻ ഭയങ്കര സമ്മതി. എന്താ വ്ലോഗ്? നീ വ്ലോഗിന്റെ ആളായിരുന്നോ? എന്റെ പഴയ ഇത് കണ്ടാ വ്ലോഗ്. ഞാനൊന്ന് യൂറോപ്പിൽ ചെന്നിട്ട് അവിടുത്തെ വ്ലോഗ് എടുക്കുന്നുണ്ട്. ഗൈസ് ഇവിടെ ആരും വന്ന് പെടലിലും എന്നൊക്കെ പറഞ്ഞായിരിക്കും വീഡിയോ വരുന്ന. എടിക്കോടെ വരാതിരി അറിയാം. അറ്റ് ലാസ്റ്റ് ഞങ്ങളത് ഇറങ്ങി ഒരു സെൽഫിയൊക്കെ എടുത്തു. ഇനി റിട്ടേൺ റോഡിലോട്ട് പോവാണ് കേട്ടോ. കാരണം ഇവിടുന്ന് കുറച്ചധികം നടന്നാലേ നമുക്ക് ബസ് കിട്ടൂ. അഞ്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് നേരത്തെ ചെല്ലാൻ വേണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം ഇറങ്ങി. അമ്മുൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാരണം നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള സ്ഥലങ്ങൾ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങളുടെ അവിടെ ഇപ്പം ഇങ്ങനെയൊന്നും ഇല്ല. തോടും കുറേ പാടവും തോടിന് കുറുകെ മരങ്ങളും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തുടങ്ങി. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യും, ഞങ്ങൾ സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾക്ക് ചേർത്തല ബസ്സാണ് കിട്ടിയത്. അപ്പോൾ അഞ്ചും മുണ്ടും ആലപ്പുഴ ഇറങ്ങും, ഞാനും ആലപ്പുഴ ഇറങ്ങും. അവർ രണ്ടുപേരും ആലപ്പുഴ തന്നെയാണ്. എനിക്ക് പിന്നെ അവിടുന്ന് വൈക്കം ബസ്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്കായി ഗൈസ്. അവരവിടെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് സ്കൂട്ടിക്ക് പോയിട്ടോ. എനിക്ക് നമ്മുടെ റൂട്ട് ബസ് കിട്ടി. അങ്ങനെ ഇത് തണ്ണിമുക്കം ബണ്ടായി. അപ്പോഴത്തേക്ക് ചെറിയൊരു മഴക്കോളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഒരുപാട് നാളായി ഞങ്ങൾ 5 പേരും ആഗ്രഹിക്കുന്നു ഒരുമിച്ച് കൂടണമെന്നൊക്കെ. അതിങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് ത്രൂ സാധിച്ചല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ.